സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അനുമോൾ ആരോടും ചോദിക്കാതെ ക്യാരറ്റ് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അനുമോൾ ഇതേ ക്യാരറ്റ് എടുത്ത് കഴിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവീൺ വരുന്നത്. പ്രവീൺ വന്ന് അനുമോളോട് ചോദിക്കുന്നുണ്ട്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ക്യാരറ്റ് അവിടെ വെക്കാൻ, പിന്നെ നീ എന്തിനാ അതെടുത്ത് കഴിച്ചതെന്ന് പറയുന്നുണ്ട്. പക്ഷേ അനുമോളൊന്നും പ്രതികരിക്കുന്നില്ല, ചിരിച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്നുണ്ട്. ആ സമയത്തേക്ക് എല്ലാവർക്കും പെട്ടെന്ന് ദേഷ്യം വന്ന് ഇന്നലെ ഈ ബിഗ് ബോസ് വീട്ടിൽ ഇതിന് വേണ്ടിയിട്ടാണ് അത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. ജിസേലിനും ആര്യനും കിച്ചണിൽ നിരോധനം വരെ ഏർപ്പെടുത്തിയത് അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നീ എന്തിനാണ് ഇങ്ങനെ കാണിച്ചത്, വെറുതെ ഓരോ കണ്ടന്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണേന്ന്. പക്ഷേ അനുമോൾ ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആര്യം പറയുന്നുണ്ട്, ആര്യനും ജിസേലിനും കൂടെ പെട്ടെന്ന് ദേഷ്യം, അവൾ കള്ളത്തരം ചെയ്തിട്ട് അവൾ ചിരിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെ, അവൾ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്, അവൾ ഇതേ ചിരിക്കുന്നു, ഇത് ഭയങ്കര പ്രശ്നമാക്കണം. ഇന്ന് ജിസേൽ അടുക്കളയിൽ പോലും കയറിയിട്ടില്ല എന്ന് ആരും ഭയങ്കര സങ്കടത്തോടെ പറയുന്നുണ്ട്. അവൾക്കിവിടെ എന്ത് വേണേലും കാണിക്കാം, അവൾക്ക് മാത്രം എന്താ ഇവിടെ പ്രത്യേകത വല്ലതും ഉണ്ടോ എന്ന് നോക്കിയിട്ട്. അപ്പോഴേക്കും ജിസേൽ പറയുന്നുണ്ട്, അവൾ ഇതേ ചിരിക്കുന്നു, അവൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നു, അവളുടെ ചിരിയിൽ ഇപ്പോൾ എല്ലാവരും വീഴുമല്ലോ എന്ന് പറയുന്നുണ്ട്. അവൾ കട്ടിട്ട് നിങ്ങളെന്താണ് ഇങ്ങനെ പ്രതികരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അനുമോൾ പക്ഷേ അതൊന്നും മൈൻഡ് ആക്കുന്നില്ല. അനുമോൾ ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഈ ബിഗ് ബോസിലുള്ള എല്ലാവർക്കും ഒരു നിയമം മാത്രമേ ഉള്ളൂ, അനുമോൾക്ക് മാത്രം പ്രത്യേക നിയമമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ആര്യനും ജിസേലും ഭയങ്കര ദേഷ്യമാണ്. അനുമോൾ ചിരിക്കുന്നു, അവൾ ദേ ചിരിക്കുന്നു എന്ന് ജിസേലും ആര്യനും കൂടെ പറയുന്നുണ്ട്. പ്രവീൺ അപ്പോൾ അനുമോളോട് ദേഷ്യപ്പെടുന്നുണ്ട്, നിൻ്റെ കുലസ്ത്രീ നാടകമൊന്നും എൻ്റെ മുമ്പിൽ നീ ഇറക്കാൻ നിൽക്കണ്ട, അപ്പോൾ പ്രവീണിൻ്റെ മുമ്പിൽ പോയി ചിരിക്കണ്ട, നീ ചിരിക്കണ്ട, നിനക്ക് കണ്ടൻറ്റ് വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ഉണ്ടാക്കിക്കോ, നീ എൻ്റെ മുമ്പിൽ വരണ്ട, നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. നീ ഇനി ആ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊന്ന് കയറിയിരുന്നു, ആ ഫ്രിഡ്ജ് ഈ ബിഗ് ബോസ് വീട്ടിൽ എല്ലാവർക്കും ഉള്ളതല്ലേ, ഈ ആഴ്ച ഞാൻ കുറച്ചും കൂടെ ഭക്ഷണം കഴിച്ച് കുറഞ്ഞ് ഞാൻ സ്ലിമ്മായിട്ട് അടുത്ത ആഴ്ച കയറിയിരിക്കുക, അപ്പോൾ കറക്റ്റായിരിക്കും എന്ന് പ്രവീണിന് നല്ല തഗ്ഗടിച്ചിട്ട് അനുമോൾ അവിടെ നിന്ന് പോകുന്നുണ്ട്.